ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കൊരു ചിക്കൻ ചുക്ക് ഉണ്ടാക്കിയാലോ? വാ. അതിനാദ്യമായിട്ട് നമുക്ക് കുറച്ച് സബോളയാണ് കേട്ടോ വറുത്ത് വെക്കേണ്ടത്. അധികം കരിഞ്ഞു പോകാതെ വറുത്ത് വെക്കുക. ഇതാണ് ഇതിലൊരു മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എളുപ്പമാട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ട. അങ്ങനെ തന്നെ സബോളയൊക്കെ വഴറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം കേട്ടോ. അത് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ അരമുറി നാരങ്ങയും 2 ടേബിൾ സ്പൂൺ തൈരും ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് അരമുറി ക്യാപ്സിക്കം ഇട്ട് നമ്മൾ ചിക്കൻ ഇട്ട് വറുത്ത് വെച്ച സബോള ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ഒരു സബോള വറക്കണം മാത്രം കേട്ടോ, കുറച്ച് മെനക്കെട്ട പണികൾ. ബാക്കിയൊക്കെ സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റുമാണ്. നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനത്തെ 1 മണിക്കൂറിന് ശേഷം ഞാനൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു അരമുറി സബോളയും ഒരു തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിന് ആവശ്യമുള്ള ലേശം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നന്നായി വഴറ്റി വന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. വെള്ളയെ ചേർക്കാതെ അടച്ച് വെച്ച് വേവിക്കുക. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഇടാൻ മറക്കല്ലേ. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുത്തത്, കാരണം ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ഇതൊന്നും കൂടി ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.